ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ടാസ്മാനിയനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. കാരണം ഒരുപാട് പേര് എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ടാസ്മാനിയ എങ്ങനെയുണ്ട്, ഇവിടെ ഫാമിലിയായിട്ട് ജീവിക്കാൻ പറ്റുമോ, സ്ഥലം എങ്ങനെയാണ്, ജോലി എങ്ങനെയാണ്, അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. കാരണം ഞങ്ങൾ ടാസ്മാനിയയിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ടാസ്മാനിയനെ കുറിച്ചുള്ളൊരു വീഡിയോ. അപ്പം ഇത് ടാസ്മാനിയയെക്കുറിച്ച് പറയുമ്പോഴും ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ, ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് പറയുന്നത്. ഒരിക്കലും ഇത് ജനറലൈസ് എല്ലാവർക്കും ഇതേ ഒരു ഒപ്പീനിയൻ ആയിരിക്കണം എന്നില്ല. അപ്പം ഞങ്ങളിവിടെ ടാസ്മാനിയ വന്നിട്ട് 2 വർഷമായി. അപ്പോൾ ഈ ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടുണ്ടായ അറിവിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പം ഒരുപാട് ആധികാരികമായിട്ടൊന്നും സംസാരിക്കാൻ ഉള്ള ആളല്ല ഞാൻ. അപ്പം എൻ്റെ ചെറിയ അറിവുകൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന അത്രേ ഉള്ളൂ. അപ്പം ഞങ്ങൾ 2022 അയർലൻഡിൽ നിന്നാണ് ടാസ്മാനിയയ്ക്ക് വരുന്നത്. അപ്പോൾ അയർലൻഡിലുള്ളവരും UK-യിലുള്ളവരുമാണ് മെയിനായിട്ട് ടാസ്മാനിയയ്ക്ക് വരുന്നത്, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു കുറച്ച് കാലയളവിൽ. ഓസ്ട്രേലിയയ്ക്ക് മൂവ് ചെയ്യുന്ന ഒരു കാര്യം തന്നെ അത് ഒരു വലിയൊരു ഡിസിഷനാണ്. അപ്പം നമ്മളൊരുപാട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞും കണ്ടും കേട്ടും അല്ലെങ്കിൽ ഒത്തിരി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു തീരുമാനത്തിലെത്തുള്ളൂ. അപ്പം പലരും ചോദിക്കാറുണ്ട്, അയർലൻഡിൽ നിന്ന് വരുന്നത് നല്ലതാണോ, അല്ലെങ്കിൽ UK-യിൽ നിന്ന് മൂവ് ചെയ്യുന്നത് നല്ലതാണോ, എന്ത് ഗുണം ദോഷം അങ്ങനെയൊക്കെ. അപ്പോൾ ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യമാണ്, ഒരു വലിയ ഭൂഖണ്ഡമാണ്. നമുക്ക് കറക്റ്റായിട്ടൊരു കാര്യം പറയാൻ പറ്റത്തില്ല. ഓരോ സ്ഥലത്തും ഓരോ നിയമങ്ങളും ഓരോ രീതികളും ഓരോ ലൈഫ് സ്റ്റൈലും ഓരോ വെതറും എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മളത് കണ്ട് അറിയാതെ അനുഭവിക്കാതെ ശരിക്കും പറഞ്ഞാൽ പറയുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഓസ്ട്രേലിയനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വളരെ കുറഞ്ഞ അറിവുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ടാസ്മാനിയ ആണെങ്കിൽ കുറച്ചും കൂടി അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ടാസ്മാനിയ അറിയുന്നത്. പക്ഷേ എന്നാൽ പോലും ടാസ്മാനിയ എന്ന് പറയുന്നത് പോലെ അയർലൻഡ് പോലെ അത്രയും വലിയൊരു ഏരിയ ആണ്. അപ്പം അയർലൻഡിൻ്റെ ഏകദേശം അത്രയും സൈസ് ഉണ്ട് ടാസ്മാനിയയ്ക്ക്. ടാസ്മാനിയ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലെ ഒരു സ്റ്റേറ്റ് മാത്രമാണ്, ചെറിയ സ്റ്റേറ്റ്, ചെറിയൊരു ഐലൻഡ് മാത്രമാണ്. പക്ഷേ എന്നാൽ പോലും അയർലൻഡിൻ്റെ ഒക്കെ അത്രയും സൈസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എല്ലായിടത്തും എത്തിപ്പെടാനും അല്ലെങ്കിൽ എല്ലായിടവും കാണാനും കേൾക്കാനും ഒക്കെ അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങ് പോരുന്ന സമയത്ത് ടാസ്മാനിയനെ കുറിച്ച് ഓരോരുത്തരോട് അന്വേഷിച്ചപ്പം ജനറലായിട്ട് കേട്ട ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ടാസ്മാനിയ ഒരു പട്ടിക്കാടാണ്, കൊള്ളത്തില്ല, നിങ്ങൾ അങ്ങോട്ട് പോകണ്ട, നിങ്ങൾ വേറെ സ്ഥലങ്ങൾ നോക്കൂ അങ്ങനെയുള്ളൊരു അഭിപ്രായമാണ് എല്ലാവരും പറഞ്ഞത്. മെയിനായിട്ട് പറഞ്ഞ് ഭയങ്കര ചൂട്, ചിലർ പറഞ്ഞ് ഭയങ്കര ചൂടാണ്, ചിലർ ഭയങ്കര തണുപ്പാണ്, ചിലർ പറയുന്നത് അബോർജിനൽസ് അവർ കൂടുതലാണ്, അങ്ങനെയുള്ള പല അഭിപ്രായങ്ങൾ, റീജിയണൽ ഏരിയയാണ് എന്നൊക്കെയായിരുന്നു കേട്ടത്. പക്ഷേ ഞങ്ങൾ ടാസ്മാനിയയിൽ ഉള്ള 1-2 പേരെ ഞങ്ങൾക്ക് കോണ്ടാക്റ്റ് കിട്ടി. അങ്ങനെ അവരോട് ചോദിച്ചപ്പം അവർ പറഞ്ഞ അഭിപ്രായം എന്ന് പറയുന്നത് നല്ലൊരു അഭിപ്രായമായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. ടാസ്മാനിയയിൽ നിൽക്കുന്ന എനിക്ക് ക്യൂൻസ്ലാൻഡിനെ പറ്റിയോ അല്ലെങ്കിൽ പെർത്തിനെ പറ്റിയോ അല്ലെങ്കിൽ വേറെ ന്യൂ സൗത്ത് വെയിൽസിനെ കുറിച്ച് പറയുമ്പം എനിക്ക് മറ്റുള്ളവർ പറഞ്ഞ് കേട്ട അറിവുകൾ മാത്രമേ എനിക്കുണ്ടാവുള്ളൂ. അപ്പോൾ അതൊരിക്കലും ശരിയാവണമെന്നില്ല. പക്ഷേ ടാസ്മാനിയയിൽ നിൽക്കുന്ന എനിക്ക് ടാസ്മാനിയനെ കുറിച്ച് പറയുമ്പം അത് കുറച്ചും കൂടി എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതായതുകൊണ്ട് അത് ശരിയാവാം. അതുകൊണ്ട് നമ്മൾ ഒരു സ്ഥലവും പോയി കാണാതെ അല്ലെങ്കിൽ അറിയാതെ അവിടെ നിൽക്കുന്നവർക്ക് മാത്രമേ അത് ശരിക്കും അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ സ്ഥലങ്ങളെ പറ്റി ചോദിക്കുമ്പം അവിടെ ഉള്ളവരെ കോണ്ടാക്ട് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റായിട്ട് ആ ഒരു സ്റ്റേറ്റിനെ കുറിച്ച് അറിയാനുള്ള വഴി. അപ്പോൾ ടാസ്മാനിയ എന്ന് പറയുന്നത് ഞങ്ങൾ കേട്ടും കണ്ടും ഒക്കെ വെച്ചിട്ട് ഞങ്ങളിവിടെ വന്നപ്പം ഞങ്ങൾക്ക് വലിയൊരു ഡിഫറെൻറ്റ് ഫീലായിരുന്നു. കാരണം പലരും പല അഭിപ്രായങ്ങൾ കേട്ടിട്ടാണല്ലോ ഞങ്ങൾ വരുന്നത്. അപ്പം പക്ഷെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് ഫസ്റ്റ് സൈറ്റ് തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് അയർലൻഡിൽ നിന്ന് വന്നതുകൊണ്ട് കൂടി ആവാം ഞങ്ങൾക്ക് ടാസ്മാനിയയിലെ കാഴ്ചകളും ഇവിടുത്തെ ലാൻഡ്സ്കേപ്പും ഇവിടുത്തെ വെതറും എല്ലാം ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം ടാസ്മാനിയ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ അയർലൻഡിൻ്റെ ഏകദേശം അത്രയും വലിപ്പമുള്ളൊരു സ്റ്റേറ്റാണ്. പക്ഷെ നമുക്ക് അത്രയും ഈസി ആയിട്ട് എല്ലായിടത്തും എത്തിപ്പെടാൻ പറ്റത്തില്ല. ഇപ്പം അയർലൻഡിലൊക്കെ മോട്ടോർ വേ ഉണ്ട്, പക്ഷേ ഇവിടെ അങ്ങനെ മോട്ടോർ വേ ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിപ്പെടണമെങ്കിൽ കുറേ സമയം എടുക്കും. അപ്പോൾ ഇവിടെ മെയിനായിട്ടുള്ള ടാസ്മാനിയയുടെ സിറ്റി എന്ന് പറയുന്നത് ഹൊബാർട്ട് സിറ്റിയാണ്. ഞങ്ങൾ ഹൊബാർട്ടിലാണുള്ളത്. ലോൺസെസ്റ്റൺ സിറ്റി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സിറ്റി, പിന്നെ ഡെവാൻപോർട്ട് എന്ന് പറഞ്ഞ വേറൊരു സിറ്റിയുണ്ട്. അപ്പം ഈ ഒരു കുറച്ച് സിറ്റികളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതൊരു റീജിയണൽ സ്റ്റേറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരുപാട് ഗുണങ്ങളും എല്ലാ സ്ഥലങ്ങൾക്കും ഒരുപാട് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ഗുണങ്ങളുണ്ട്,
ചെറിയ ചെറിയ ദോഷങ്ങളുണ്ട്. അപ്പം ഞാൻ ജനറലായിട്ടുള്ള കാര്യങ്ങൾ പറയാം. ടാസ്മാനിയ എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഓസ്ട്രേലിയയിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്റ്റേറ്റിലൊന്നാണ് ടാസ്മാനിയ. മെയിൻലാൻഡ് എന്ന് പറയുന്നത് മറ്റ് സ്റ്റേറ്റുകളൊക്കെ മെയിൻലാൻഡ് എന്നാണ് പറയുന്നത്. കാരണം ടാസ്മാനിയ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയുടെ ഭൂപടം എടുത്ത് നോക്കിയാൽ അറിയാലോ, നമ്മുടെ ഇന്ത്യയുടെ അടുത്ത് ശ്രീലങ്ക മാറിക്കിടക്കുന്ന പോലെയാണ് ഓസ്ട്രേലിയയുടെ തൊട്ട് താഴെ മാറിക്കിടക്കുന്ന ഒരു ഐലൻഡാണ് ടാസ്മാനിയ. പക്ഷേ ടാസ്മാനിയ എന്ന് പറയുന്നതും ഓസ്ട്രേലിയ തന്നെയാണ്. അപ്പോൾ ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആണെന്ന് പറയുമ്പം മനസ്സിലാക്കാൻ ഏറ്റവും നല്ലൊരു മനോഹരമായ ഒരു സ്റ്റേറ്റാണ്. മറ്റ് സ്റ്റേറ്റുകളെ വെച്ചിട്ട്, ഓസ്ട്രേലിയയിലെ മറ്റ് സ്റ്റേറ്റുകളെ വെച്ചിട്ട് ടാസ്മാനിയ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. അപ്പം ബാക്കിയുള്ള മെയിൻലാൻഡിൽ നിന്നുള്ള ആൾക്കാരെല്ലാം ഇവിടെ ടൂറിസ്റ്റായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് വളരെ നല്ല ഒരു യൂറോപ്യൻ ലാൻഡ്സ്കേപ്പാണ് ഇവിടെ. അപ്പോൾ അയർലൻഡിൻ്റെ UK-യുടെ യൂറോപ്യൻ ഭംഗിയൊന്നും എനിക്ക് ഓസ്ട്രേലിയയിൽ എവിടെയും തന്നെ ഇല്ല എന്ന് തോന്നുന്നു. അത്രയും ഭംഗിയൊന്നും എവിടെയും ഞങ്ങൾ കണ്ടിട്ടില്ല. നമ്മൾ ഒത്തിരി ഭംഗി കണ്ടിട്ട് ഇവിടുത്തെ ഭംഗി കാണുമ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ എന്ന് തോന്നത്തില്ല എന്ന് പറഞ്ഞവരാണ്. പക്ഷെ ഇപ്പം അയർലൻഡ് കാണാത്തവരെ സംബന്ധിച്ച് ടാസ്മാനിയ ഭയങ്കര മനോഹരമായ ഒരു സ്റ്റേറ്റാണ്. അപ്പം അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന വഴിക്കൊക്കെ നല്ല ഭംഗിയുള്ള കാഴ്ചകളും നല്ല പച്ചപ്പും ചെറിയ ചെറിയ കുന്നും മലകളും പിന്നെ ആടുമാടുകളെയൊക്കെ കാണാം. പിന്നെ കുറേ ഫാമുണ്ട്, അഗ്രികൾച്ചർ ലാൻഡൊക്കെ കാണാം. അപ്പം അങ്ങനെയുള്ള നല്ല നല്ല കാഴ്ചകളുണ്ട്. പിന്നെ ചെറിയ ചെറിയ ഹില്ലി ഏരിയയാണ്, മൊട്ടക്കുന്നുകൾ പോലെ. അപ്പോൾ ഇവിടെയൊക്കെയുള്ള വീടുകളൊക്കെ കാണുമ്പോൾ അറിയാം വീടുകളുടെ നേച്ചർ, അവരുടെ എന്താ പറയുക, വീടിൻ്റെ കൺസ്ട്രക്ഷൻ ഒക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. യൂറോപ്യൻ സ്റ്റൈലല്ല. ഇതെല്ലാം മിക്കതും ഒരു 90% ഒറ്റ നല്ല വീടുകളാണ്. നമ്മൾ ഓടിട്ട വീട് പോലെയൊക്കെ തോന്നും. അപ്പം അങ്ങനത്തെ ഒരു ഇതാണ്. പക്ഷേ മറ്റേ ജിപ്സം ബോർഡ് വെച്ചിട്ടുള്ള വീടുകളാണ്. കട്ട വീടുകൾ ഉണ്ട് കേട്ടോ, കട്ട വീടുകളും ഉണ്ട്. പുറമേ കട്ട വെച്ചിട്ട് ഉള്ളിൽ ജിപ്സം ബോർഡും വെച്ചിട്ടുള്ള വീടുകളാണ് കൂടുതൽ ഇവിടെ ഉള്ളത്. അപ്പം ഞങ്ങളുടെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ട്രാവൽ ചെയ്യുന്ന വീഡിയോസും ഇവിടെ ഒക്കെ കടകളിൽ പോകുന്നതും അങ്ങനെ ഡെയിലി വ്ളോഗ്സൊക്കെ ചെയ്യാറുള്ളതാണ് നമ്മളപ്പം. നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം ഇവിടുത്തെ സ്ഥലങ്ങളും ലാൻഡ്സ്കേപ്പും വീടുകളും അങ്ങനെ കാഴ്ചകളൊക്കെ വീഡിയോസിലുണ്ട്. അപ്പം നിങ്ങൾക്ക് അതൊക്കെ കാണണമെങ്കിൽ നമ്മുടെ വീഡിയോസ് കണ്ടാൽ മതി, എല്ലാം അതിനകത്തുണ്ട്. പിന്നെ ടാസ്മാനിയനെ കുറിച്ച് എടുത്തു പറയേണ്ട ഒരു സ്പെഷ്യൽ ഫീച്ചർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേൾഡിലെ തന്നെ ഏറ്റവും പ്യുവറസ്റ്റ് ആയിട്ടുള്ള എയറും ക്ലീനസ്റ്റ് ആയിട്ടുള്ള വാട്ടറും അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ടാസ്മാനിയ. പിന്നെ ഇവിടുത്തെ വെതർ. അപ്പോൾ വെതറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു തണുപ്പുള്ളൊരു സ്ഥലമാണ്. ഒരുപാട് ചൂടില്ല. ഉണ്ടെന്ന് വെച്ചാൽ 30 ഡിഗ്രി ഒക്കെയാണ് മാക്സിമം പോകുന്നത്. അപ്പം ആ ഒരു 30 ഡിഗ്രി ഒക്കെ നമുക്ക് ചെറുതായിട്ട് ചൂട് തോന്നും, അത്യാവശ്യം ചൂട് തോന്നും. പക്ഷേ ഹ്യൂമിഡിറ്റി കുറവാണ്. അതായത് വിയർത്തൊഴുകുന്ന ചൂടല്ല, നമുക്ക് എന്താ പറയുക, വിയർപ്പില്ലാത്ത കൂട്ട് ചൂടാണ്. അപ്പോൾ പൊള്ളുന്ന വേണം ചൂടാണ്. അപ്പോൾ സൺസ്ക്രീൻ തേച്ചിട്ട് വേണം നമ്മൾ പുറത്ത് പോകാൻ. പക്ഷേ തണുപ്പ് വരുമ്പം -ഒന്നും പോകാറില്ല. ഒരു 5-6 ഒക്കെയാണ് ഏറ്റവും ചെറിയ ടെമ്പറേച്ചർ വരുന്നത് വിൻ്ററിൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും അയർലൻഡിലെ ഒരു തണുപ്പ്, അതൊക്കെ അയർലൻഡ് UK-യിലൊക്കെ തണുപ്പ് വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ തണുപ്പ് ഒരു തണുപ്പേ അല്ല, പ്രത്യേകിച്ച് ഈ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെ സംബന്ധിച്ച്. പിന്നെ ചൂടെന്ന് പറയുമ്പം നമ്മുടെ നാട്ടിലെ ചൂടൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ചൂടല്ല. അപ്പം അങ്ങനെ ഒരു ന്യൂട്രൽ കാലാവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളെ സംബന്ധിച്ച് പേഴ്സണലി ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കാലാവസ്ഥയാണ് ഇവിടുത്തെ. ഓവർ ചൂടില്ല, ഓവർ തണുപ്പില്ല. ഇവിടുത്തെ ഒരു 5-6 ഡിഗ്രി തണുപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തണുപ്പാണ്. പക്ഷേ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിൽ നിന്ന് വരുന്നവരെ സംബന്ധിച്ച് അവർക്ക് ഈ തണുപ്പ് ഭയങ്കര തണുപ്പാണ്, തണുപ്പ് കൂടുതലായിട്ട് അവർ പറയാറുണ്ട്. കാരണം അവർ അങ്ങനത്തെ ഒരു അയർലൻഡിലെ UK-യിലെ ഒരു തണുപ്പ് അവർ അനുഭവിച്ചിട്ടില്ലാത്തതുകൊണ്ട് അവർക്ക് ഈ ഒരു തണുപ്പ് എന്ന് പറയുമ്പോൾ നല്ല തണുപ്പായിട്ട് തോന്നും. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് അയർലൻഡിൽ നിന്ന് വന്നതുകൊണ്ടും കൂടി ആവാം അവിടുത്തെ അത്രയും തണുപ്പ് കണ്ടിട്ട് ഇവിടുത്തെ തണുപ്പ് നമുക്കൊരു തണുപ്പേ ഇല്ല. ഞങ്ങളിവിടെ വന്നിട്ട് തെർമൽ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. ഗ്ലൗസ്, ക്യാപ്പ്, മഫ്ലർ അങ്ങനത്തെ ഒരു സാധനം ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. വിൻ്ററിലാണെങ്കിൽ പോലും ഇടയ്ക്ക് മഴ പെയ്യും, പക്ഷേ ജാക്കറ്റ് മതി. ഒരു സാധാ ജാക്കറ്റ് ഇട്ടാൽ അതിൽ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തണുപ്പേ ഉള്ളൂ. പിന്നെ അങ്ങനെ ഷൂസൊക്കെ ആണെങ്കിലും ബൂട്ട്സ് ഒന്നും ഇടേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അപ്പം ആ ഒരു റേഞ്ചിലാണ് തണുപ്പ് വരുന്നത്. പിന്നെ ഇത് ഞാൻ പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ രീതിയിലുള്ള ആൾക്കാരായതുകൊണ്ട് പലർക്കും പലതരത്തിലുള്ള ഒപ്പീനിയൻ ആയിരിക്കും. പക്ഷേ ഞങ്ങളുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് പറയുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ഹൊബാർട്ടിൽ ഒരു മൗണ്ട് വെല്ലിംഗ്ടൺ എന്ന് പറഞ്ഞൊരു വലിയ
വലിയൊരു മൗണ്ടൻ ഉണ്ട്. അതുപോലെ ലോൺസിസ്റ്റം ഭാഗത്തും ക്രേഡിൽ മൗണ്ടൻ എന്ന് പറയുന്ന മൗണ്ടൻ ഉണ്ട്. അങ്ങനെ കുറച്ച് ചെറിയ മൗണ്ടൻസ് ഉണ്ട് ടാസ്മാനിയ പല സ്ഥലങ്ങളിലായിട്ട്. അപ്പോൾ ഈ മൗണ്ടൻ ഭാഗത്ത് സ്നോ വരും. അപ്പോൾ അന്നേരം അവിടെ മൈനസാണ്. അവിടെ ചെന്നാൽ മാത്രമേ സ്നോ ഉണ്ടാവുള്ളൂ, അവിടെ ചെന്നാൽ മാത്രമേ മൈനസ് ടെമ്പറേച്ചർ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനുള്ള കോട്ടും ജാക്കറ്റും പറഞ്ഞ ബൂട്ട്സും എല്ലാം ഇട്ടിട്ട് വേണം അവിടെ പോകാൻ. അപ്പം പക്ഷേ നമ്മൾ അല്ലാത്തടത്ത് സാധാരണ സ്ഥലങ്ങളിലൊന്നും സ്നോ വരാറില്ല, മൈനസ് ടെമ്പറേച്ചറും വരാറില്ല. അപ്പം ഞങ്ങൾ ഇതുപോലെ സ്നോ കാണാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ മൗണ്ടനിൽ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പം ജാക്കറ്റും എല്ലാം ആടയാഭരണങ്ങൾ ഇട്ട് വേണം പോകാൻ. അപ്പോൾ ടാസ്മാനിയയിലാണെങ്കിൽ സ്നോ കാണണമെങ്കിൽ സ്നോ കാണാം. പക്ഷേ സ്നോയുടെ ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ വീടിരിക്കുന്നിടത്തോ സിറ്റിയിലോ ടൗണിലൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ടാസ്മാനിയ വന്നിട്ട് ഞങ്ങൾ ഒത്തിരി അത്ഭുതമായിട്ട് കണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മൾട്ടി കൾച്ചറൽ സിറ്റിയാണ്. അപ്പം അതായത് ഇവിടുത്തെ ആൾക്കാർ ഒരു 50% ഉള്ളൂ എന്നാണെങ്കിൽ പറയാം. വെള്ളക്കാർ ഒരു 50%, ബാക്കി ഒരുപാട് രാജ്യക്കാരുണ്ട്. ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അയർലൻഡിൽ നിന്ന് വരുമ്പം അവിടെ ഇന്ത്യയിൽ നിന്നുള്ളവരെന്ന് പറയുമ്പോൾ മലയാളീസാണ് കൂടുതലുള്ളത്, അല്ലാത്തവർ കുറവായിരുന്നല്ലോ പൊതുവേ. ഇപ്പോൾ ആൾക്കാരൊക്കെ കൂടി അവിടുത്തെ അവസ്ഥയൊക്കെ മാറിയെന്നറിയാം. പക്ഷെ എന്നാലും ഓസ്ട്രേലിയയിൽ എല്ലാ രാജ്യക്കാരും ഉണ്ട്. ഈവൻ ഇന്ത്യക്കാർ പോലും മലയാളികളുണ്ട്, തമിഴ്നാട്ടുകാർ, ബാംഗ്ലൂർ, കന്നഡക്കാർ, ആന്ധ്രക്കാർ, നോർത്ത് ഇന്ത്യൻസൊക്കെ ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെ പല സ്റ്റേറ്റിൽ നിന്നുള്ളവരുണ്ട്, ഇന്ത്യയിൽ നിന്നുള്ളവർ തന്നെ. പിന്നെ നേപ്പാളീസ് ഉണ്ട്, ശ്രീലങ്കക്കാരുണ്ട്. നമ്മുടെ അത്രയും ആൾക്കാർ അതുപോലെ തന്നെ ഒരു പോപ്പുലേഷൻ നേപ്പാളീസും ശ്രീലങ്കൻസും ഒക്കെ ഉണ്ട്. പിന്നെ ചൈന, കൊറിയ, അങ്ങനെയുള്ള മറ്റ് രാജ്യക്കാരും കുറേ ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി മൾട്ടി കൾച്ചറലായിട്ടുള്ള സിറ്റിയാണ്. അപ്പം ആരും നമ്മളെ ഇങ്ങനെ തുറച്ച് നോക്കാറില്ല. നമ്മളെപ്പോലെ തന്നെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പം ഈ നേപ്പാളികളും ശ്രീലങ്കക്കാരൊക്കെ ഇന്ത്യക്കാരെ പോലെ തോന്നുള്ളൂ. അതേ ലുക്കാണ്. നമുക്ക് തന്നെ ഓർക്കും അത് മലയാളിയാണോ എന്ന് ഓർക്കും, പക്ഷേ മലയാളി ആയിരിക്കത്തില്ല. അപ്പം അങ്ങനത്തെ ഒരു ഡിഫറൻസ് തോന്നും, നല്ലൊരു വ്യത്യാസമുണ്ട്. പിന്നെ മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള സിറ്റിയിൽ കൂടുതൽ ക്രൈം ഉണ്ടാകും, അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്നൊക്കെ പറയാറുണ്ടല്ലോ പൊതുവെ. പക്ഷേ ടാസ്മാനിയ അങ്ങനെ ഒരു ക്രൈമായിട്ടുള്ളൊരു സിറ്റി എന്ന് പറയാനൊന്നും പറ്റില്ല. ചെറിയ ക്രൈംസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അത് കൂടുതൽ ടീനേജേഴ്സാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചില സ്ഥലങ്ങളുണ്ട് അങ്ങനത്തെ കുറച്ച് ഹൈ റിസ്ക് ഉള്ള സ്ഥലങ്ങൾ. അല്ലാതെ പൊതുവേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സിറ്റിയാണ്. ക്രൈമിൻ്റെ കാര്യമാണെങ്കിലും എല്ലായിടത്തും ഉള്ള പോലെ ഇപ്പോൾ ക്രൈമൊക്കെ ഇല്ലാത്തൊരു സ്ഥലമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലായിടത്തും ക്രൈമുണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള ചെറിയ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ഹൊബാർട്ട് സിറ്റി എന്ന് പറയുന്നത് ചെറിയൊരു സിറ്റിയാണ്. അതായത് ടാസ്മാനിയയുടെ ക്യാപിറ്റൽ ആണെങ്കിൽ പോലും ഇത് ബാക്കിയുള്ള സിറ്റികളെ വെച്ച്, ഇപ്പോൾ സിഡ്നി, മെൽബൺ, അല്ലെങ്കിൽ ബ്രിസ്ബെയിൻ പോലുള്ള സിറ്റികളെ വെച്ചിട്ട് ചെറിയൊരു സിറ്റിയാണ് ഹൊബാർട്ട് സിറ്റി. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, വളരെ കാം ആൻഡ് ക്വയറ്റ് ആണ്. ട്രാഫിക്കിൻ്റെ പ്രശ്നങ്ങളില്ല. നമുക്ക് ഈ ഹൊബാർട്ടിൻ്റെ എവിടെ താമസിച്ചാലും ഒരു 15-20 മിനിറ്റിനുള്ളിൽ ഹൊബാർട്ടിലെത്താം. നമ്മുടെ ജോലി സ്ഥലം ആയിക്കോട്ടെ, സ്കൂളുകളായിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനെ ഏത് കടകളിൽ പോകണമെങ്കിലും എല്ലാം ഈ ഒരു ഇട്ടാവട്ടത്തിനുള്ളിൽ തന്നെ എല്ലാം ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ബിസി ലൈഫ് ഇഷ്ടമില്ലാത്തവരെ സംബന്ധിച്ച് വളരെ നല്ലൊരു സ്ഥലമാണ് ടാസ്മാനിയ. ഈ ട്രാഫിക്കൊക്കെ ആണെങ്കിലും ട്രാഫിക് റൂൾസ് എല്ലായിടത്തും ഉണ്ടെങ്കിലും അത്ര സ്ട്രിക്റ്റ് ഒന്നുമല്ല. അത്ര പെനാൽറ്റിയും അല്ലെങ്കിൽ നമ്മൾ കുറച്ച് എവിടെയെങ്കിലും ഓവർ സ്പീഡിലൊക്കെ പോയെന്ന് വിചാരിച്ചാൽ അങ്ങനെ പെനാൽറ്റി ഒന്നും കിട്ടാറില്ല. മെയിൻലാൻഡിലൊക്കെ എവിടെയെങ്കിലും ഒരു കിലോമീറ്റർ സ്പീഡ് കൂടിയതിന് അപ്പം തന്നെ അടിക്കും, അല്ലെങ്കിൽ ഒത്തിരി പെനാൽറ്റീസും അല്ലെങ്കിൽ മറ്റേ സാധനത്തിൻ്റെ പേരണ ടോളും കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അതൊന്നുമില്ല. വളരെ സ്മൂത്താണ്, വളരെ ക്വയറ്റ് ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു ലൈഫാണ് ഇവിടെ. ഹൊബാർട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോൺസിസ്റ്റൺ ഉണ്ട് അടുത്ത സിറ്റി. അപ്പോൾ ഞങ്ങൾ ലോൺസിസ്റ്റൺ പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും അവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്ക് പറയാനറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കൂടുതൽ എവിടെയൊന്നും പറയുന്നില്ല. അത് ഡെവൻപോർട്ടുണ്ട്. ഡെവൻപോർട്ടിലും എല്ലായിടത്തും ഞങ്ങൾ ജസ്റ്റ് ട്രിപ്പിന് പോയതെന്നല്ലാതെ കൂടുതലൊന്നും പറയാനറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഹൊബാർട്ടിലെ കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ മെയിനായിട്ട് പറയുന്നത്. പിന്നെ ഇവിടുത്തെ സൗകര്യങ്ങൾ എല്ലാ സിറ്റികളെയും പോലെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. എല്ലാം ഈ ഒരു കയ്യെത്ത ദൂരത്ത് 10-15 മിനിറ്റിനുള്ളിൽ തന്നെ എല്ലാം കിട്ടും. പബ്ലിക് ട്രാൻസ്പോർട്ടുണ്ട്. പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. ഒത്തിരി റൂറൽ ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഒത്തിരി ചെറിയ സബർബിലേക്കൊന്നും ബസ്സുകൾ ഉണ്ടാവില്ല. പിന്നെ അതിൽ പബ്ലിക് ഹോളിഡേയ്സിന് ബസ്സുകൾ ഉണ്ടാവില്ല. ബസ്സുകൾ ഉണ്ടാവും, പക്ഷേ കുറവായിരിക്കും. അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. പക്ഷെ അല്ലാതെ ഒരുവിധം ബാക്കി എല്ലാ ഏരിയയിലേക്കും ബസ് സർവീസുകളുണ്ട്. അപ്പം ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ ബസ് കയറി പോകാവുന്നതാണ്.
പിന്നെ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് പിള്ളേരുടെ എഡ്യൂക്കേഷൻ. അപ്പോൾ എഡ്യൂക്കേഷന് ഉള്ളത് ഇവിടെ എല്ലാ കുഞ്ഞു കുഞ്ഞു സബർബിലും ഓരോ ചെറിയ ചെറിയ ടൗണുകളിലും സ്കൂളുകളുണ്ട്. അപ്പം പബ്ലിക് സ്കൂളുണ്ട്, കാത്തലിക് സ്കൂളുണ്ട്, പ്രൈവറ്റ് സ്കൂളുണ്ട്. അപ്പം 3 തരം സ്കൂളുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് നമുക്ക് പിള്ളേരെ വിടാം. പബ്ലിക് സ്കൂളാണെങ്കിൽ ഫ്രീ ആണ്, പ്രൈവറ്റും കാത്തലിക്കും പൈസ കൊടുക്കണം. ഓരോ വിസക്കാർക്ക് വ്യത്യാസമുണ്ട് കേട്ടോ. ചില വിസയിൽ പബ്ലിക് സ്കൂളിൽ ഫീസ് കൊടുക്കണം. 482 വിസയ്ക്കും ബാക്കി PR-കാർക്കെല്ലാം ഫ്രീ ആണ് പബ്ലിക് സ്കൂൾ. പിന്നെ വേറെ ഏതോ ചില വിസക്കാർക്ക് പബ്ലിക് സ്കൂള് ഫ്രീ അല്ല, അതേതാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അവർക്ക് 491 ആണെന്ന് തോന്നുന്നു. അവർക്ക് സ്കൂള് ഫ്രീ അല്ല, പക്ഷേ മെഡിക്കെയർ ഉണ്ട്, അങ്ങനെ എന്തോ ആണ്. പിന്നെ സ്കൂളുകൾ ഇവിടെ മിക്കവരും എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് പ്രൈവറ്റ് സ്കൂൾ അല്ലെങ്കിൽ കാത്തലിക് സ്കൂൾ വിടാനാണ്. കാരണം നാട്ടിലെ എങ്ങനെയാണോ നമുക്ക് പല സ്കൂളുകളുള്ളത് കൊണ്ട് എല്ലാവരും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളിലൊക്കെ വിടാൻ വേണ്ടി പ്രിഫർ ചെയ്യുമല്ലോ എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഇവിടെ കൂടുതലും നമ്മുടെ ആൾക്കാരൊക്കെ കൂടുതലും കാത്തലിക് സ്കൂളുകളാണ് പ്രിഫർ ചെയ്യുന്നത്. ഞങ്ങൾ റിച്ചുകുട്ടനെ പബ്ലിക്കിലാണ് വിടുന്നത്. കാരണം കുഞ്ഞു സ്കൂളാണ്, കുഞ്ഞു ക്ലാസ്സിലായതുകൊണ്ട് പബ്ലിക് സ്കൂളിൽ പോയാലും കുഴപ്പമില്ല, പിന്നെ വലുതാകുമ്പം പ്രൈവറ്റിലേക്ക് മാറാം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഞങ്ങൾ വിട്ടിരിക്കുന്നത്. പിന്നെ ചില പബ്ലിക് സ്കൂളാണ് ബെസ്റ്റ് സ്കൂൾ ഇൻ ദ സിറ്റി എന്ന് പറയത്തില്ല. ചില സിറ്റികളിലും അല്ലെങ്കിൽ ചില ടൗണുകളിലും അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് സ്കൂൾ പബ്ലിക് സ്കൂളാണ്. അപ്പം അവിടെ അഡ്മിഷൻ കിട്ടാൻ പാടാണ്, അല്ലെങ്കിൽ അവിടെ അഡ്മിഷന് വേണ്ടിയിട്ട് എല്ലാവരും ഫൈറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പബ്ലിക് സ്കൂൾ കൊള്ളത്തില്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല. ചില പബ്ലിക് സ്കൂളാണ് ഏറ്റവും ബെസ്റ്റ് സ്കൂൾ. അത് ടാസ്മാനിയ മാത്രമല്ല, വേറെ എല്ലാ സ്റ്റേറ്റിലും പറയുന്നുണ്ട് ഏറ്റവും ബെസ്റ്റ് സ്കൂൾ ചിലയിടത്തൊക്കെ പബ്ലിക് സ്കൂളാണെന്നുള്ളത്. പിന്നെ സ്കൂൾ കഴിഞ്ഞ് കോളേജ് ഉണ്ട്, പിന്നെ യൂണിവേഴ്സിറ്റി, യൂടാസ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ഓഫ് ടാസ്മാനിയ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പൃഥ്വിരാജ് പഠിക്കാൻ വേണ്ടിയിട്ട് വന്നത്, ഓസ്ട്രേലിയ വന്നതിൻ്റെ കഥകളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് യൂടാസിലാണ്, ടാസ്മാനിയയിലാണ് പൃഥ്വിരാജ് പഠിക്കാൻ വന്നത്. അപ്പോൾ അതുകൊണ്ട് ടാസ്മാനിയനെ അങ്ങനെ കുറച്ച് കാണണ്ട, പൃഥ്വിരാജ് വന്ന സ്ഥലമാണ്. അപ്പോൾ യൂടാസ് എന്ന് പറയുന്നതും ഈ ഹൊബാർട്ടിൽ തന്നെയാണ്, എല്ലാം ഈ ഇട്ടാവട്ടത്തിൽ തന്നെ ഉണ്ട്. ആ യൂണിവേഴ്സിറ്റിയിലെല്ലാം ഹയർ കോഴ്സുകളും ഉണ്ട്. പിന്നെ ചില പർട്ടിക്കുലർ കോഴ്സുകൾ ഇപ്പം ചിലർക്ക് ഇന്നത് തന്നെ പോകണം എന്നൊക്കെ ഉള്ളത് ചിലപ്പോൾ കിട്ടത്തുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മെയിൻലാൻഡിൽ പോകേണ്ടി വരും. പിന്നെ ജോലിക്കായിട്ട് എനിക്കൊന്ന് കൂടുതൽ ആൾക്കാർ നഴ്സുമാരാണ്, ഞങ്ങൾ നഴ്സുമാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നഴ്സുമാരാണ് നമ്മളോട് കൂടുതലും ഇതുപോലുള്ള കാര്യങ്ങൾ ചോദിക്കാറുള്ളത്. നഴ്സുമാരെ സംബന്ധിച്ച് ഇവിടെ മെയിനായിട്ടുള്ളത് ഹൊബാർട്ടിൽ റോയൽ ഹൊബാർട്ട് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഹോസ്പിറ്റലാണ്, അവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. പിന്നെ ലോൺസെസ്റ്റണിലുണ്ടൊരു ഹോസ്പിറ്റൽ, ജനറൽ ഹോസ്പിറ്റൽ. പിന്നെ ഡെവാംപോർട്ടും ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ബേണിയിലുണ്ട്. അങ്ങനെ എവിടേക്കോ കുറച്ച് ഹോസ്പിറ്റൽസ് ഉണ്ട്. പക്ഷേ മെയിൻ ടാസ്മാനിയയിൽ ഏറ്റവും വലിയ പബ്ലിക് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് റോയൽ ഹൊബാർട്ട് ഹോസ്പിറ്റലാണ്. അപ്പോൾ എല്ലാ റെഫറൽ കേസുകളും ലോൺസെസ്റ്ററിനുള്ളതും ബാക്കിയുള്ളടത്ത് വരുന്നതെല്ലാം റോയൽ ഹൊബാർട്ട് ഹോസ്പിറ്റലിലേക്കാണ്. ഈ റോയൽ ഹൊബാർട്ട് ഹോസ്പിറ്റൽ എന്ന് പറയുന്നതും ഹൊബാർട്ടിൻ്റെ ഹൃദയ ഭാഗത്താണ് ഉള്ളത്. സിറ്റിയുടെ സെൻറ്ററിലാണ് റോയൽ ഹൊബാർട്ട് ഹോസ്പിറ്റൽ ഇരിക്കുന്നത്. അതിൻ്റെ ചുറ്റുമാണ് ബാക്കി സിറ്റിയൊക്കെ കിടക്കുന്നത്. അങ്ങനെ അത്രയും സിറ്റിയിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ താമസിച്ചാലും ഒരു 15-20 മാക്സിമം 20 മിനിറ്റിനുള്ളിൽ നമുക്ക് ഹോസ്പിറ്റലിൽ എത്താൻ പറ്റും. എനിക്ക് തോന്നുന്നു കോവിഡിനൊക്കെ ശേഷം ഒത്തിരി പേര് മലയാളീസൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, UK നിന്നും അയർലൻഡിൽ നിന്നും, അതുപോലെ നാട്ടിൽ നിന്നെല്ലാം ഒത്തിരി പേര് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ആണെങ്കിൽ എംപ്ലോയർ സ്പോൺസേർഡ് വിസകൾ ഇപ്പോഴും കിട്ടുന്നുണ്ടെന്ന് എനിക്ക്, കാരണം ടാസ്മാനിയ ഒരു റീജിയണൽ ഏരിയ ആയതുകൊണ്ടും ഈ റോയൽ ഹൊബാർട്ട് ഹോസ്പിറ്റൽ ഞങ്ങൾ വന്ന് 482 വിസയ്ക്കാണ്. ഇപ്പോൾ അവർ ഡയറക്റ്റ് 186 സ്പോൺസർ ചെയ്യുന്നുണ്ട്. എത്ര നാളുണ്ടാകുമെന്നൊന്നും അറിയില്ല, പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി അതും ചെയ്യുന്നുണ്ട്. അങ്ങനെ നല്ലൊരു ബെസ്റ്റ് ചാൻസാണ് റോയൽ ഹൊബാർട്ട് ഹോസ്പിറ്റൽ ഓഫർ ചെയ്യുന്നത്. പിന്നെ വർക്ക് വൈസ് നമുക്ക് ഷിഫ്റ്റ്, അത് ഓസ്ട്രേലിയ എല്ലായിടത്തും 8 hour ജനറൽ ഷിഫ്റ്റ് വരുന്നത്. 8 hour ഷിഫ്റ്റാണ്, മോർണിംഗ്, ആഫ്റ്റർനൂൺ, നൈറ്റ് എന്ന് പറഞ്ഞ് എയർലി ലേറ്റ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഷിഫ്റ്റ് വരുന്നത്. പിന്നെ 12 hour ഷിഫ്റ്റ് ഉണ്ട്. 12 hour ഷിഫ്റ്റ് നമുക്ക് റിക്വസ്റ്റ് ചെയ്ത എല്ലായിടത്തും, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അതില്ല. ചില ഡിപ്പാർട്ട്മെൻറ്റിൽ, അതായത് മിക്ക ICUയിലും 12 hour ഷിഫ്റ്റാണ്. പിന്നെ ചില EDയിലും 12 hour ഷിഫ്റ്റാണ്. അപ്പോൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്താൽ 12 hour ഷിഫ്റ്റ് കിട്ടും. അത് അവിടെ 12 hour ഷിഫ്റ്റും ഉണ്ട്, 8 hour ഷിഫ്റ്റും ഉണ്ട്, നമുക്ക് ചൂസ് ചെയ്യാം അങ്ങനെ. പക്ഷേ ഇത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഇല്ല. പിന്നെ റോയൽ ഹൊബാർട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഹൊബാർട്ടിൽ വേറെ കുഞ്ഞു കുഞ്ഞു ഹോസ്പിറ്റൽസ് ഉണ്ട്. അതുപോലെ ഏജ്ഡ് കെയർ സെൻ്റർ ഉണ്ട്, പിന്നെ സൈക്കാട്രി ഹോസ്പിറ്റൽസ് ഉണ്ട്, മെൻ്റൽ ഹെൽത്ത് ഹോസ്പിറ്റൽ, അങ്ങനെ കുറച്ച് ഉണ്ട്. അത്യാവശ്യം കുറേ നഴ്സിംഗ് ഹോംസുകളും ഹോസ്പിറ്റലെല്ലാം ഈ ഒരു ഹൊബാർട്ടിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് മലയാളീസും അല്ലെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഒത്തിരി പേര് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ മലയാളി അസോസിയേഷൻ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ 2 അസോസിയേഷൻസ് ഉണ്ട്, മലയാളി അസോസിയേഷൻസ്. ഒത്തിരി മലയാളി ഫാമിലീസ് ഉണ്ട്, ഒത്തിരി മലയാളി ഫാമിലീസ് ഉണ്ട്. അപ്പോൾ എത്ര പേരുണ്ടെന്നൊക്കെ ചോദിച്ചാൽ നമുക്കറിയില്ല, കാരണം നമ്മൾ കാണാത്തതും അറിയാത്തതുമായിട്ട് ഒരുപാട് പേരുണ്ട്.
അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കണക്കൊന്നും പറയാൻ അറിയില്ല. ഇഷ്ടം പോലെ മലയാളീസ് ഉണ്ട്. അപ്പം ഇവരെയൊക്കെ കാണാൻ ചിലപ്പോൾ മലയാളി അസോസിയേഷനിൽ പോകുമ്പോഴും പ്രോഗ്രാമിന് എന്തെങ്കിലും പോകുമ്പോഴും പള്ളിയിൽ പോകുമ്പോഴൊക്കെയാണ് ചിലപ്പോൾ ഇവരെ കാണുന്നത്. അപ്പം വല്ലപ്പോഴും ഒന്ന് രണ്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ കാണുന്നവരാണ് പലരും, ഒത്തിരി പേരുണ്ട് അങ്ങനെ. പിന്നെ പള്ളി ഞങ്ങൾ സീറോ മലബാർ ആയതുകൊണ്ട് എനിക്ക് സീറോ മലബാറിൻ്റെ കാര്യം അറിയത്തുള്ളൂ. സത്യം പറഞ്ഞാൽ സീറോ മലബാർ ചർച്ച് ഇവിടെ സ്വന്തമായിട്ടൊരു പള്ളിയില്ല, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു അച്ഛനില്ല. അപ്പം നമുക്ക് ഒരു മലയാളി അച്ഛൻ ഡെവാംപോർട്ടിലുണ്ട്. അവിടെ നിന്ന് അച്ഛൻ എല്ലാ മാസവും ഒരു ഞായറാഴ്ച ഇവിടെ കുർബാനയ്ക്കായിട്ട് വരും. അപ്പോൾ അങ്ങനെ മാസത്തിൽ ഒരു മലയാളം കുർബാനയുണ്ട് സീറോ മലബാറിൻ്റെ. പിന്നെ അല്ലാതെ നമുക്ക് കാത്തലിക് ചർച്ച് ലാറ്റിൻ പള്ളി മാസുകൾ കിട്ടും. ലോക്കൽ പള്ളികളുണ്ട്, അത് എല്ലാ സബർബിലും എല്ലാം അടുത്തടുത്ത് കാത്തലിക് സ്കൂളുകളാണെങ്കിൽ സ്കൂളിൻ്റെ അടുത്തുണ്ടാവും. സ്കൂളിനോട് ചേർന്ന് അവരുടെ പള്ളീൻ്റെ തന്നെ ആയിരിക്കും സ്കൂൾ, അപ്പോൾ പള്ളി ഉണ്ടാവും. അല്ലാതെ എല്ലാ ചെറിയ ടൗണുകളിലും പള്ളി ഉണ്ടാവും, എല്ലാ ദിവസവും പള്ളി കുർബാന ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ ഓർത്തഡോക്സ്, നമ്മുടെ മലയാളം ഓർത്തഡോക്സ് പള്ളി ഇപ്പം പുതുതായിട്ട് വന്നിട്ടുണ്ട്. പള്ളിയല്ല, ഇതുപോലെ കുർബാന കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അതും മെൽബണിൽ നിന്നാണ് ഒരു അച്ഛൻ വരുന്നത്. മാസത്തിലൊന്ന് ഇവിടെ കുർബാനയുണ്ട്. ഈ സീറോ മലബാറും ഓർത്തഡോക്സിൻ്റെ കാര്യം മാത്രമേ എനിക്ക് അറിയുള്ളൂ. വേറെ ഉണ്ടോ എന്ന് അറിയില്ല കേട്ടോ. പിന്നെ മോസ്ക് ഉണ്ട്, പിന്നെ അതുപോലെ അമ്പലമുണ്ട്. അമ്പലം നോർത്ത് ഇന്ത്യൻസിൻ്റെ അമ്പലമാണ്, മലയാളികളുടെ അമ്പലമല്ല. പക്ഷെ എന്നാലും അമ്പലം 1-2 അമ്പലം ഇവിടെ ഉണ്ട്. പിന്നെ മറ്റൊരു വലിയൊരു കാര്യം എല്ലാവരും ചോദിക്കുന്നതും എല്ലാം അന്വേഷിക്കുന്നതും അറിയാൻ ആഗ്രഹിക്കുന്നതും സ്പൗസിന് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഹസ്ബൻഡ് ആണെങ്കിലും വൈഫാണെങ്കിലും ബാക്കിയുള്ള നഴ്സിംഗ് ഫീൽഡ് അല്ലാതെ ബാക്കിയുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച്. അതും എല്ലായിടത്തെയും പോലെ തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മൾ എവിടെ ചെന്നാലും തുടക്കത്തിൽ തന്നെ ആരും നമുക്ക് വേണ്ടി ജോലി എടുത്ത് വെച്ചിട്ടുണ്ടാവില്ല. നമ്മൾ അന്വേഷിക്കണം, അല്ലെങ്കിൽ അതിന് വേണ്ട റിക്വയർമെൻറ്റ്സ് എന്താണ് അത് കണ്ടെത്തി അത് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ജോലി കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ അയർലൻഡിലും UK ആർക്ക് വേണമെങ്കിലും കെയർ അസിസ്റ്റൻ്റ് ആകാം, അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് കെയർ അസിസ്റ്റൻ്റ് ജോബ് കിട്ടും. പക്ഷെ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽസിൽ കെയറേഴ്സ് കുറവാണ്, അതായത് നേഴ്സുമാരുടെ എണ്ണമാണ് കൂടുതൽ. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റൽസ് തന്നെ നമുക്ക് എന്താ പറയുക, ഒരുപാട് നേഴ്സുമാരുണ്ട്. അതായത് ഇപ്പം നമ്മൾ അയർലൻഡിൽ ഒരു വാർഡിലൊക്കെ ആണെങ്കിൽ ഒരു നേഴ്സിന് 8 പേഷ്യൻസിനൊക്കെ ഉണ്ടാകും. പക്ഷേ ഇവിടെ ഒരു നേഴ്സിന് 4 പേഷ്യൻസേ ഉള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞാൽ നേഴ്സുമാരുടെ എണ്ണം കൂടുതലാണ്, അപ്പോൾ കെയറേഴ്സിൻ്റെ എണ്ണം കുറവാണ്. പിന്നെ കെയറർ ജോബ് പൊസിഷൻ മാത്രമല്ലാതെ അസിസ്റ്റൻ്റ് നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു പൊസിഷനുണ്ട്, AN എന്ന് പറയുന്നത്. പിന്നെ ഓർഡർലീസ് ഉണ്ട്. അങ്ങനെ ജോബ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കണം കുറേ. പിന്നെ നേഴ്സിംഗ് എയ്ഡ് എന്ന് പറയുന്നൊരു ജോബുണ്ട്. അപ്പോൾ അങ്ങനെ പല ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് കെയറേഴ്സിൻ്റെ നമ്പർ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ പോലുള്ള ആൾക്കാരൊക്കെ വരുമ്പം ഈ കെയറർ ജോബ് കിട്ടാൻ പാടാണ്. അപ്പോൾ ഇവിടെ ജോലി കിട്ടണമെങ്കിൽ, കെയറായിട്ട് ജോലി കിട്ടണമെങ്കിൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റിൻ്റെ ഒരു ഹെൽത്ത് കെയർ കോഴ്സ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ കോഴ്സ് ചെയ്യണം. അപ്പം അയർലൻഡിൽ UK ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് ജോബ് ചെയ്ത് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവരെ സംബന്ധിച്ച് ഇവിടെ കുറച്ചും കൂടി സർട്ടിഫിക്കറ്റ് കിട്ടാനൊക്കെ കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷേ ഇപ്പോൾ അയർലൻഡിലും UK കെയർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരെ സംബന്ധിച്ച് ഇവിടെ വന്ന് പെട്ടെന്ന് ജോലി കിട്ടുമോ അല്ലെങ്കിൽ പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും കുറച്ച് പാടാണ്. കാരണം അവരും ഈ കോഴ്സ് പഠിക്കണം, എന്നാൽ മാത്രമേ അവർക്ക് കറക്റ്റായിട്ടുള്ളൊരു പ്ലേസ്മെൻറ്റും ജോബൊക്കെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അവരുടെ ഈ കോഴ്സും ഈ 2 കോഴ്സുകളും ഈക്വലൻ്റ് ആണെന്നൊക്കെ കാണിച്ചാൽ ചിലപ്പോൾ പറ്റുമായിരിക്കും, പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ എനിക്കറിയില്ല. പിന്നെ അതുപോലെ സർട്ടിഫിക്കറ്റ് 3 എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. അതിൽ കെയർ അസിസ്റ്റൻറ്റിനും ഓർഡർലിക്കും അങ്ങനെയുള്ള കോഴ്സ്, നേഴ്സിംഗ് എയ്ഡിനും ഒക്കെ പറ്റുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ ഈ പറഞ്ഞ കോഴ്സുകളെല്ലാം യൂട്ടാസിലും യൂണിവേഴ്സിറ്റി ഓഫ് ടാസ്മാനിയയിലും അതുപോലെ വേറെ കോളേജുകളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പല ആൾക്കാർക്കും പല വിസയിലുള്ളവർക്കും അത് ഫ്രീ ആണ് ഈ കോഴ്സ്. അപ്പോൾ ഈ കോഴ്സുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കോളേജ് വഴി തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് പ്ലേസ്മെൻ്റ് ഒക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പം ജോബ് കിട്ടാൻ കുറച്ചും കൂടി എളുപ്പമാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് സെക്യൂരിറ്റി ജോബ്. അതിന് കോഴ്സ് ചെയ്യണം. സെക്യൂരിറ്റി ജോബ് ഹോസ്പിറ്റലിലൊക്കെ ഇഷ്ടംപോലെ സെക്യൂരിറ്റീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ സെക്യൂരിറ്റി ജോബ്, നേഴ്സിംഗ് എയ്ഡ് പറഞ്ഞല്ലോ, നേഴ്സിംഗ് എയ്ഡ് ഉണ്ട്, ഓർഡർലീസ് ഉണ്ട്. പിന്നെ നേഴ്സിംഗ് എയ്ഡ് എന്ന് പറയുന്നതും ഇതുപോലെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുന്നവരും അങ്ങനത്തെയൊക്കെ ആൾക്കാരാണ്. പിന്നെ ക്ലീനേഴ്സ് ഉണ്ട്. ഓർഡർലീസ് എന്ന് പറയുന്നത് നഴ്സുമാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊസിഷൻ കൊടുക്കാനും അല്ലെങ്കിൽ വാഷിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നവർ. പിന്നെ ട്രോളി തള്ളുന്നവരൊക്കെയാണ് ഓർഡർലീസ്. പിന്നെ അതുപോലെ CSST സെൻട്രൽ സ്റ്റെറൈൽ അങ്ങനത്തെ ഒരു ടെക്നീഷ്യൻ ജോബ്, അത് ഇതൊരു കോഴ്സ് ചെയ്യണം. കോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്ലേസ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഹോസ്പിറ്റൽസിലെ ജോബ്. പിന്നെ പുറമേയുള്ള എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ IT, അക്കൗണ്ടിങ് അങ്ങനത്തെ ജോബിനെ കുറിച്ചൊന്നും കൂടുതൽ എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഹൊബാർട്ട് സിറ്റി ആയതുകൊണ്ട് സിറ്റിയിൽ കുറച്ച്
ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ ഹൊബാർട്ട് പോലെ തന്നെ ഏകദേശം സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റിയാണ് ലോൺസെസ്റ്റൺ. അപ്പോൾ ഏകദേശം ഇത്ര തന്നെ ഒരു പോപ്പുലേഷനും ഇതുപോലെ തന്നെ ഫെസിലിറ്റീസും ലോൺസെസ്റ്റണിലും ഉണ്ട്. അപ്പോൾ അവിടെയും ഇതുപോലെ ഏകദേശം ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവിടെയും കിട്ടും. ഹൊബാർട്ടിലെ തന്നെ അത്രയും തന്നെ ഓപ്പർച്യൂണിറ്റീസ് ലോൺസെസ്റ്റണിലുണ്ട്. പിന്നെ ഡെവൻപോർട്ടും ബേണിയൊക്കെ അതൊക്കെ കുറച്ചും കൂടി ഉള്ള ഏരിയയാണ്. അവിടെ ഇത്രയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഹൊബാർട്ടും ലോൺസെസ്റ്റനും അത്യാവശ്യം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള എല്ലാ ഫെസിലിറ്റീസും ഉള്ള സിറ്റീസാണ്. എന്നിരുന്നാലും ഇപ്പം മെൽബൺ, സിഡ്നി അല്ലെങ്കിൽ ബാക്കിയുള്ള സിറ്റികളെ വെച്ച് നോക്കുമ്പോൾ ഹൊബാർട്ടിൽ അത്രയും ജോബ് ഓപ്പർച്യൂണിറ്റീസും അത്രയും ഫെസിലിറ്റീസും ഉണ്ടാകത്തില്ല. കാരണം ഇത് ചെറിയൊരു സിറ്റിയാണ്. പിന്നെ ഇത് കൂടാതെ ഉള്ള ഒരു ജോബ് എന്ന് പറയുന്നത് ഊബർ അല്ലെങ്കിൽ ഊബർ ഈറ്റ്സ്, ഊബർ ടാക്സി. ഇതൊക്കെ എല്ലാവർക്കും വളരെ എന്താ പറയുക, ആക്സസിബിൾ ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ട് കിട്ടുന്ന, ഇപ്പോൾ കെയർ അസിസ്റ്റൻ്റ് ജോബ് കിട്ടുന്ന അത്രയും ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന, പക്ഷെ അതിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് എന്താ പറയുക, നമുക്ക് നമ്മുടെ ടൈമിനനുസരിച്ച് നമുക്ക് പോകാൻ പറ്റുന്നൊരു ജോബാണ് ഊബർ ഈറ്റ്സ്. അപ്പോൾ ഊബർ ഈറ്റ്സ് എന്ന് വെച്ചാൽ മറ്റേ ഫുഡ് ഡെലിവറി ജോബ്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായാൽ മതി. നമുക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓടാം. അപ്പോൾ നമ്മുടെ സൗകര്യത്തിന് ഇപ്പോൾ സ്കൂളിൽ പിള്ളേരെ വിടേണ്ടവരാണെങ്കിൽ പിള്ളേരെ വിട്ട് കഴിഞ്ഞിട്ട് ഓടാം, അല്ലെങ്കിൽ പിള്ളേരെ വിടുന്നതിന് മുമ്പ് ഓടാം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറെ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അത് നിർത്തിയിട്ട് പോകാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളപ്പം പോകാൻ പറ്റുന്നൊരു ജോബാണ് ഊബർ ഈറ്റ്സ്. അപ്പോൾ അതിൻ്റെ പൈസ പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് ഒരു സാലറി പോലെ കിട്ടണമെന്നില്ല. പക്ഷേ അതങ്ങനെ അങ്ങനെ മേടിക്കുന്നവരുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ പോവുകയാണെങ്കിൽ ഏകദേശം ഒരു നേഴ്സിൻ്റെ അത്രയും സാലറി മേടിച്ച് ഊബർ ഈറ്റ്സ് ഓടി മേടിക്കുന്ന ആൾക്കാരും ഉണ്ട്. നമ്മൾ എത്ര നേരം ഓടുന്നു, എത്ര നേരം വർക്ക് ചെയ്യുന്നതനുസരിച്ചൊക്കെയാണ് അതിൻ്റെ പേയ്മെൻറ്റ് ഇരിക്കുക. അപ്പോൾ അതൊരിക്കലും ഒരു സ്റ്റേബിൾ ഇൻകം ആയിരിക്കില്ല. കാരണം ഒരു കോൺട്രാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയ്മെൻ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എവിടെയെങ്കിലും ഇപ്പോൾ വീട് മേടിക്കണമെങ്കിൽ അങ്ങനെയുള്ള ലോൺ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുമ്പം ഈ ഒരു ഊബർ ഈറ്റ്സിൻ്റെ ജോബ് എന്ന് പറയുന്നത് ഒരു കൺസിസ്റ്റൻറ്റ് ജോബും കൺസിസ്റ്റൻറ്റ് സാലറി അല്ലാത്തത് കൊണ്ട് അതിനെ ആരും അത്ര വാല്യൂ കൊടുക്കത്തില്ല. ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് അതിനുള്ളത്. പക്ഷേ ജോബ് വൈസ് എന്താ പറയുക, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ജോബാണ്, അല്ലെങ്കിൽ നമുക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ജോബാണ് ഊബർ ഈറ്റ്സ്. അപ്പോൾ ഇവിടെ സാധാരണ ജോലി ചെയ്യുന്നവർ ഇടയ്ക്ക് ഓഫൊക്കെ കിട്ടുമ്പം അല്ലെങ്കിൽ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഒക്കെ ഒരു ടൈം പാസിന് പോലെ ഊബർ ഈറ്റ്സ് ഒക്കെ പോകാറുണ്ട്. പിന്നെ ഊബർ ടാക്സി ഉണ്ട്. ഊബർ ടാക്സി എന്ന് പറയുന്നത് ടാക്സി ഡ്രൈവർ ജോബ്. അത് ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി 1 ഇയർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഊബർ ടാക്സിയിലേക്ക് മാറാം. അപ്പോൾ അതിന് കുറച്ച് പൈസ കൂടുതലുണ്ട് ഓരോ ഓട്ടത്തിനും. അത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. ഊബർ ഈറ്റ്സിനെക്കാട്ടിലും കുറച്ചും കൂടി എന്താ പറയുക, അത്ര ഈസി അല്ല. അതായത് ഈസി അല്ലെന്നല്ല, അതിന് കുറച്ച് ടാക്സ് കാര്യങ്ങൾ അങ്ങനത്തെ എന്തൊക്കെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ചിലവുകൾ നമുക്ക് മെയിനായിട്ട് വരുന്നത് വീടിൻ്റെ റെൻറ്റാണ്. ഇപ്പോൾ റെൻ്റ് എന്ന് പറയുമ്പം ഒരു 3 ബെഡ്റൂം ഹൗസിന് ഒരു ചില ഉള്ള ഏരിയയിൽ പോയിട്ടുണ്ടെങ്കിൽ 400 മുതൽ തുടങ്ങും. 400 മുതൽ കുറച്ച് ടൗൺ സിറ്റിയിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും സൗകര്യങ്ങൾ കൂടുന്നതിനനുസരിച്ച് ഒരു 650 വരെ പോകാറുണ്ട്. അപ്പം നമ്മളിവിടെ താമസിക്കുന്നത്, ഞങ്ങളുടെ വീട് എല്ലാവരും ഉള്ളതാണ്, നിങ്ങൾ പലരും കണ്ടിട്ടുള്ളതാവും. നമ്മുടെ വീട് നമുക്ക് തുടക്കം 535 ആയിരുന്നു ഞങ്ങൾ കഴിഞ്ഞ വർഷം. പിന്നെ 1 ഇയർ കഴിഞ്ഞപ്പോൾ റിന്യൂ ചെയ്തപ്പം 545 ആണ്. 545 പെർ വീക്കാണ് കേട്ടോ. ഓസ്ട്രേലിയൻ ഡോളർ 545 പെർ വീക്കാണ് ഞങ്ങളിവിടെ കൊടുക്കുന്ന റെൻറ്റ്. അപ്പോൾ ഇവിടെ എല്ലാം വീക്ക്ലി പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഫോർട്ട്നൈറ്റ് പേയ്മെൻ്റ് ആണ് വരുന്നത്. കാരണം നമുക്ക് സാലറി കിട്ടുന്നത് ഫോർട്ട്നൈറ്റാണ്. എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും സാലറി കിട്ടും. അപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും ആണ് ഇവിടുത്തെ പേയ്മെൻറ്റും വരുന്നത്. പക്ഷേ റെൻറ്റൊക്കെ പറയുമ്പോൾ വീക്ക്ലി ഇത്ര എന്നാണ് പറയുന്നത്. പിന്നെ ഗ്രോസറി ഐറ്റംസും അല്ലെങ്കിൽ ബാക്കിയുള്ള ചിലവുകളും ആണ് അടുത്തത് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ അത് എല്ലായിടത്തെയും പോലെ അത്യാവശ്യം എക്സ്പെൻസീവാണ്. പിന്നെ മെയിൻലാൻഡിൽ നിന്ന് പല സാധനങ്ങളും ഇങ്ങോട്ട് ഷിപ്പ് വഴി വരേണ്ടത് കൊണ്ട് ചില സാധനങ്ങൾക്കൊക്കെ ഇവിടെ കുറച്ച് റേറ്റ് കൂടുതലാണ്. പിന്നെ ചില കടകളിൽ റേറ്റ് കൂടുതൽ. ഇവിടെ മെയിനായിട്ട് കോൾസും വൂൾവർട്സും ആണുള്ളത്. അപ്പം കോൾസിൽ കുറച്ച് ചീപ്പാണ്, വൂൾവർട്സിൽ ഒരു കുറച്ച് കൂടുതലുണ്ട്. ചെറിയ ചെറിയ സെൻറ്റുകളുടെ ഒക്കെ വ്യത്യാസം കേട്ടോ, വലിയൊരു വ്യത്യാസം പറയാനൊന്നുമില്ല. ഏകദേശം രണ്ടും ഒക്കെ സെയിം ആണ്. നമ്മുടെ നാട്ടിലെ അയർലൻഡിലെ ആൽഡി ലിഡിലൊക്കെ പോലെയാണ് ഏകദേശം കോൾസും വൂൾവർട്സും കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ഓസ്ട്രേലിയയിൽ ആൽഡി ഉണ്ട്, പക്ഷേ അത് മെയിൻലാൻഡിലുള്ള ടാസ്മാനിയയിലില്ല. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ജനറലായിട്ട് ടാസ്മാനിയനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇതിൽ ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പോസിറ്റീവായിട്ട് എടുത്ത് പറയാനുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൺട്രിയാണ്. വളരെ കാം ആൻഡ് ക്വയറ്റ് പീസ്ഫുൾ ആയിട്ടുള്ള സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫാണ് ഇവിടെ. ട്രാഫിക് കാര്യങ്ങളെല്ലാം വളരെ കുറവാണ്. ഇപ്പം മെൽബണിലൊക്കെ പോയിട്ടുണ്ട്, ഭയങ്കര ട്രാഫിക്. നമ്മൾ ഡ്യൂട്ടിക്ക് തന്നെ പോകണമെങ്കിൽ 1 hour ട്രാവൽ ചെയ്യണം. അല്ലെ ട്രാഫിക്ക് കിടന്ന് നമ്മളങ്ങ് നരകിച്ചു പോകും. അങ്ങനത്തെ ഒരു ലൈഫാണ് അവിടെ. മെൽബണും സിഡ്നിയും ഒക്കെ എല്ലാവർക്കും ട്രാഫിക്കിന് പേടിയാണ് അവിടെയൊക്കെ താമസിക്കുന്നവർക്ക്. പക്ഷേ ടാസ്മാനിയ എന്ന് പറയുന്നത് വളരെ
പീസ്ഫുൾ ആയിട്ടുള്ളൊരു ലൈഫാണ്. അങ്ങനെ ഒരു ലൈഫ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ടാസ്മാനിയ ഇഷ്ടപ്പെടും. പിന്നെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഹോബാർട്ട് വലിയൊരു സിറ്റി അല്ലാത്തത് കൊണ്ട് ചെറിയ ചെറിയ ഫെസിലിറ്റീസിൻ്റെ കുറവുകൾ ബാക്കിയുള്ള സിറ്റികളെ കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഫ്ലൈറ്റ് നമുക്ക് ഇൻ്റർനാഷണൽ എയർപോർട്ടില്ല, ഡൊമസ്റ്റിക് എയർപോർട്ടാണ്. അപ്പോൾ ഇവിടുന്ന് മെൽബൺ പോയിട്ട് വേണം നമ്മുടെ നാട്ടിലേക്ക് ഫ്ലൈ ചെയ്യാൻ. അപ്പോൾ അത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ട്രാവലിംഗ് ആയിരിക്കും. മെൽബണിൽ നിന്ന് കുറച്ച് നേരം ലേ ഓവർ ഉണ്ടാവും, കുറച്ച് വെയിറ്റിംഗ് ഉണ്ടാവും. അതൊരു കുറച്ച് നെഗറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മൾ വർഷത്തിലൊന്ന് അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴൊക്കെ നാട്ടിൽ പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് വലിയൊരു നെഗറ്റീവായിട്ട് പറയാനില്ല. പിന്നെ അതായത് നമുക്ക് മെൽബൺ പോകണമെങ്കിൽ ഇതൊരു ഐലൻഡ് ആയതുകൊണ്ട് മെൽബണിലേക്കോ അല്ലെങ്കിൽ വേറെ എങ്ങോട്ട് പോകണമെങ്കിലും ഒന്നുകിൽ ഫ്ലൈറ്റ് പോകണം അല്ലെങ്കിൽ ഷിപ്പുണ്ട്, ഷിപ്പിൽ പോകണം. ഷിപ്പിൽ നമ്മൾ ഇവിടുന്ന് ഡെവാംപോർട്ടിൽ പോയിട്ടാണ് ഷിപ്പിൽ മെൽബണിലേക്ക് പോകുന്നത്. അപ്പം നമുക്ക് മെൽബണിലേക്ക് അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകണം. ഇപ്പോൾ എല്ലാം മെൽബൺ ത്രൂ ആണ് കേട്ടോ. ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് വേറെ ഏത് സ്റ്റേറ്റിലേക്ക് പോകണമെങ്കിലും മെൽബണിലേക്കാണ് ആദ്യം ഷിപ്പിന് പോകുന്നത്. അപ്പം അങ്ങോട്ടേക്ക് നമുക്ക് ഷിപ്പിലാണ് പോകുന്നതെങ്കിൽ നമ്മുടെ കാറടക്കം പോവാം, കാറിന് കയറ്റിക്കൊണ്ട് പോവാം. പിന്നെ വേറൊരു നെഗറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളികളൊക്കെ ഇവിടെ സെറ്റിൽ ആവുന്നവർ വളരെ കുറവാണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ എല്ലാവരുടെയും ഒരു ചിന്ത മെയിൻലാൻഡാണ് ഓസ്ട്രേലിയ, അല്ലെങ്കിൽ ഓസ്ട്രേലിയയുടെ ആ മാപ്പിൽ കാണുന്ന അതാണ് ഓസ്ട്രേലിയ. ടാസ്മാനിയ എന്ന് പറയുന്നത് വേറെ ഏതോ ഒരു രാജ്യമാണെന്നുള്ളൊരു ചിന്ത, ഒരു കൺസെപ്റ്റും മിക്കവർക്കും ഉണ്ട്. അപ്പം ഇവിടെ വരുന്നവർ തന്നെ മിക്കവരും ആ ഒരു കൺസെപ്റ്റിൽ ആണ് വരുന്നത്, മൂവ് ചെയ്യാൻ പാകത്തിന്. ആദ്യം ഇവിടെ വന്ന് വിസ അല്ലെങ്കിൽ PR റെഡി ആയിട്ട് മൂവ് ചെയ്യുന്നവർ കുറേ പേര് അങ്ങനെ ചെയ്യുന്നവരാണ്. പിന്നെ ചിലർ പിള്ളേരുടെ എഡ്യൂക്കേഷൻ വൈസ് അല്ലെങ്കിൽ പല കോഴ്സുകളൊക്കെ ഉള്ളത് മെയിൻലാൻഡിലായതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ IT അല്ലെങ്കിൽ ബാക്കിയുള്ള ജോബ് ഫീൽഡിലൊക്കെ ഉള്ളവരെ സംബന്ധിച്ചും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസും അവിടെ ആയതുകൊണ്ടും അങ്ങനെ കുറേ പേര് മാറിപ്പോകുന്നു. പക്ഷേ ഇവിടെ സെറ്റിൽ ആവുന്നവരും ഉണ്ട്. 10-15 വർഷമായിട്ട് 10-20 വർഷമായിട്ട് ഇവിടെ വീട് മേടിച്ച് 2-3-4 വീടുകളൊക്കെ മേടിച്ച് ഇവിടെ സെറ്റിലാവുന്ന ഫാമിലീസും ഉണ്ട്. അപ്പം യൂട്ടാസ് ഉള്ളതുകൊണ്ട് പിള്ളേർക്ക് ഇവിടെ പഠിക്കാം. അങ്ങനെ സെറ്റിലാവുന്നവരുണ്ട്, പോകുന്നവരുണ്ട്. അപ്പോൾ അതെല്ലാം ഓരോരുത്തരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ്. എന്താ പറയുക, നമ്മളിപ്പോൾ ഏത് രാജ്യത്ത് പോയാലും അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആൾക്കാർ പല വിധമാണ്. അതായത് നമ്മൾ എന്താ പറയുക, ഏതൊരു സിറ്റുവേഷനെയും അഡ്ജസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്, അതല്ല എല്ലാത്തിലും കുറ്റം കണ്ടുപിടിക്കുന്നവരുമുണ്ട്. അപ്പോൾ ഈ 2 കൂട്ടരും ഒരു സ്ഥലത്ത് വന്നു വിട്ടിട്ടുണ്ടെങ്കിൽ ഒരാൾ നല്ലതാണെന്ന് പറയും, മറ്റേ ആൾ ഇവിടെ കൊള്ളത്തില്ല എന്ന് പറയും. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടങ്ങളും അവരുടെ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ അവരുടെ പ്രയോറിറ്റീസും എല്ലാമാണ്. അപ്പോൾ അതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓരോരുത്തരും ഇവിടെ സെറ്റിൽ ആവണോ വേണ്ടയോ എന്നുള്ള തീരുമാനം അവരെടുക്കുന്നത്. പിന്നെ ഇതുപോലെ മലയാളീസ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കൊണ്ട് ഇവിടുത്തെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മലയാളി അസോസിയേഷനിലൊക്കെ ആൾക്കാർ ഇങ്ങനെ മറിഞ്ഞിരിക്കും. അല്ലെങ്കിൽ ഇവിടുത്തെ എന്താ പറയുക, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി അല്ല. ആൾക്കാരിങ്ങനെ മറിഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ഗുണമുണ്ട്, ദോഷമുണ്ട്. അപ്പോൾ ആൾക്കാർ മാറുന്നതനുസരിച്ച് പുതിയ ആൾക്കാരാകുമ്പം അവരുമായിട്ട് ഇടപഴകി വരാനുള്ളൊരു കുറച്ച് താമസമുണ്ട്. പക്ഷേ വേറൊരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പുതിയ ആൾക്കാരായതുകൊണ്ട് ആർക്കും അങ്ങനെ വലിയൊരു ജാടയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു ഇഷ്യൂ ഒന്നുമില്ല. എല്ലാവരും ഒരേപോലെ ഒരേ ബോട്ടിലുള്ള ആൾക്കാരായതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ പോകുന്നവരാണ്. പക്ഷെ മെയിൻലാൻഡിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഓൾറെഡി അവർ 10-15 വർഷമായിട്ട് ഒരേ സ്ഥലത്ത് തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് ജീവിക്കുന്നവരും ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ പുതുതായിട്ട് ചെല്ലുമ്പോൾ നമുക്കൊരു കുറച്ച് പാടായിരിക്കും ആദ്യം ഒന്ന് ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിച്ചേരാൻ. പക്ഷെ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും നമ്മളും അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആകുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ എല്ലാവരും പുതിയതായതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് പരിചയപ്പെടും. അങ്ങനെയുള്ള ഒരു ചെറിയ മാറ്റം. അപ്പം നിങ്ങൾക്ക് ഓസ്ട്രേലിയ ആണ് നിങ്ങളുടെ ലക്ഷ്യം, ഓസ്ട്രേലിയ ജസ്റ്റ് ഒരു എൻട്രിയാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കാനില്ല, ടാസ്മാനിയക്ക് വരാം. വന്നിട്ട് നിങ്ങൾ വിസ അടിച്ച് PR ഒക്കെ ആയിട്ട് പോവാം. ഇനി അതല്ല ടാസ്മാനിയ വന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇഷ്ടപ്പെട്ട് ഇവിടെ സെറ്റിലാവാം. അപ്പം എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ ടാസ്മാനിയ വന്നാൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഭയങ്കരമായ ടെൻഷനൊന്നും അടിക്കേണ്ട. നിങ്ങൾ ഓസ്ട്രേലിയ എവിടെ പോയാലും എല്ലാ ഫെസിലിറ്റീസും കിട്ടും. അല്ലെങ്കിൽ നമുക്ക് സാധാരണക്കാർക്ക് ജീവിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ നമുക്ക് കൺസേൺ ആയിട്ടുള്ളത് പിള്ളേർ വലുതാണെങ്കിൽ എഡ്യൂക്കേഷനിൽ യൂണിവേഴ്സിറ്റിയുടെ അത്രയും പ്രായമായ പിള്ളേരൊക്കെ ആണെങ്കിൽ അത് മാത്രമേ ഒരു കൺസേൺ ആയിട്ടുള്ളൂ. അപ്പം ചെറിയ പിള്ളേരൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്നും പേടിക്കാനില്ല. ഇവിടെ വന്ന് കുറച്ച് വർഷം കഴിഞ്ഞിട്ട് നമുക്ക് മൂവ് ചെയ്യണമെങ്കിൽ മൂവ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ടാസ്മാനിയ വന്ന് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പറയാം. ആദ്യം നമ്മൾ ടാസ്മാനിയയിൽ ഓസ്ട്രേലിയ എവിടെ വന്നാലും ആദ്യം നമ്മൾ TFN അപ്ലൈ ചെയ്യണം. TFN എന്ന് പറയുന്നത് ടാക്സ് ഫയൽ നമ്പറാണ്. നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു ടാക്സ് ഫയൽ നമ്പർ വേണം. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വേണ്ടത് ബാങ്ക് അക്കൗണ്ടാണ്. ബാങ്ക് അക്കൗണ്ട് എടുക്കണം. ബാങ്ക് അക്കൗണ്ട് എടുക്കണമെങ്കിൽ ഇഷ്ടംപോലെ ബാങ്കുകളുണ്ട്, ഏത് ബാങ്കിൽ വേണമെങ്കിലും അക്കൗണ്ട് എടുക്കാം.
കോമൺവെൽത്ത് ഉണ്ട്, നാബ് ഉണ്ട്. ചില ബാങ്കിലൊക്കെ ഫീസുണ്ട് കേട്ടോ, നമ്മൾ ഓരോന്നിനും ഓരോ ഫീസുണ്ട്. അപ്പോൾ ഫീസ് കുറവുള്ള കോമൺവെൽത്തിനൊക്കെ കുറച്ച് ഫീസുണ്ട്. അപ്പോൾ ഞങ്ങൾ നാബാണ് എടുത്തിരിക്കുന്നത്. നാബ് എല്ലാം ഫ്രീ ആണ്. അപ്പം ഏതാണെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ നമുക്ക് പ്രത്യേകിച്ച് ID ഡോക്യുമെൻറ്റ്സ് ആകെപ്പാടെ നമ്മുടെ പാസ്പോർട്ട് മാത്രം മതി. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് അഡ്രസ് പ്രൂഫ് കിട്ടും. അതായത് ബാങ്കിൽ നിന്ന് കിട്ടുന്ന സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ലെറ്റർ വെച്ച് അതിൽ അഡ്രസ്സ് ഉണ്ടാവും. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് അഡ്രസ് പ്രൂഫ്. പിന്നെ ഒരു ഏകദേശം 3-4 ദിവസം വെയിറ്റ് ചെയ്താൽ നമുക്ക് ATM കാർഡ് കിട്ടും. അങ്ങനെ നമ്മൾ 3 അഡ്രസ് പ്രൂഫ് വെച്ചിട്ട് നമ്മൾ അടുത്ത ID അപ്ലൈ ചെയ്യണം. അതായത് അഡ്രസ് പ്രൂഫ്, ബാങ്കിലെ അഡ്രസ് പ്രൂഫ്, ബാങ്ക് കാർഡ്, നമ്മുടെ പാസ്പോർട്ട്, ഈ 3 ID വെച്ചിട്ട് നമ്മൾ ഇവിടുത്തെ സർവീസ് ടാസ്മാനിയ പോകണം. അതാണ് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഓഫീസ്. സർവീസ് ടാസ്മാനിയ പോയിട്ട് നമ്മൾ പേഴ്സണൽ ID കാർഡ്, അതായത് ടാസ്മാനിയൻ ID എന്ന് പറയുന്നൊരു ID കാർഡുണ്ട്, നമ്മുടെ വോട്ടർ ID ഒക്കെ പോലെ. വോട്ടർ ID അല്ല, അങ്ങനത്തെ ഒരു ID കാർഡുണ്ട്. അപ്പോൾ ആ ID കാർഡിന് അപ്ലൈ ചെയ്യണം. അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് അപ്ലൈ ചെയ്യും. ഇപ്പം UK-ലും അയർലൻഡിലൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് കൺവേർട്ട് ചെയ്തെടുക്കാം. പിന്നെ അല്ലാതെ ഇവിടുന്ന് ഡ്രൈവിംഗ് ചെയ്യുന്നവരാണെങ്കിൽ ഇവിടുത്തെ വേറെ ഒരു നിയമമാണ്. അപ്പം ഞാൻ ഇവിടുന്ന് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം L, പിന്നെ P, അങ്ങനെ എന്തൊക്കെ കുറച്ച് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കൂടെ പോകണം. അത് 1-2 വർഷം എടുക്കും ഫുൾ ലൈസൻസ് കിട്ടാൻ. അല്ലാതെ അയർലൻഡിലും UK-ലും ഫുൾ ലൈസൻസ് ഉള്ളവരെ സംബന്ധിച്ച് അത് ഇവിടെ വന്ന് ഡയറക്റ്റ് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് മെയിനായിട്ട് ഉള്ളത് പറയാം. ഇനി ഇത് കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. എനിക്ക് സമയം പോലെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പറയാം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എൻ്റെ ചെറിയ അറിവിൽ വെച്ചിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ള കാര്യങ്ങൾ. ഇത് ടാസ്മാനിയയിലേക്ക് വരാനിരിക്കുകയല്ല, ടാസ്മാനിയ അതിലേക്ക് വരണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് നല്ലൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ ടാസ്മാനിയയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും ടാസ്മാനിയയെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതിലെല്ലാവർക്കും ബൈ. താങ്ക് യു.